വേൾഡ് ഓഫ് മീനസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ച് ആണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഒരു വശം മുരിച്ച ബ്രെഡ്, ചിക്കൻ, സവാള, തക്കാളി, ഉണക്കമുളക് ചതച്ചത്, കുരുമുളക് പൊടി, ചീസ്, മുട്ട ചിക്കിയത്, മയോണൈസ്, ടൊമാറ്റോ സോസ്, ഇത്ര ഐറ്റംസ് ആണ് സാൻഡ്വിച്ചിന് വേണ്ടി വരുന്നത്. ബ്രെഡ് ചൂടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബ്രെഡ് ചൂടാക്കിയാൽ മതി. ഇവിടെ ബട്ടറാണ് എടുത്താക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ചൂടാക്കാനായിട്ട് വെച്ചെടുക്കണേ. ഒരു വശം മാത്രം ചൂടാക്കി എടുത്താൽ മതി. ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. മുട്ട ചിക്കി എടുക്കണ എങ്ങനെയാണെന്ന് നോക്കാം. അല്പം ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചിക്കൻ ഇടാം. അപ്പം നന്നായി നമ്മുടെ മുട്ട വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പം ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതെല്ലാം മയോണൈസ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇത്തിരി ബട്ടർ തേച്ചെടുക്കാം. ഓവനിൽ വെക്കണോണ്ടാണ് ഈ പാത്രത്തിൽ തേക്കുന്നത്. ദോശച്ചട്ടിയിൽ നേരിട്ട് ബട്ടർ ഒഴിച്ച് അതിനകത്ത് വെച്ചാൽ മതി. ബ്രെഡ് റോസ്റ്റ് ആയ ഭാഗം മുകളിൽ വെച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് തേച്ചെടുക്കാം. ഒരു ചീസ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് വെച്ചെടുക്കാം. അടുത്തത് മുട്ട ചിക്കിയത് വെച്ചെടുക്കാം. കുറച്ച് ചീസും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ടെടുക്കാം. ഈ മുരിഞ്ഞ ഭാഗത്ത് നമുക്ക് ഇത്തിരി ടൊമാറ്റോ സോസ് തേച്ചെടുക്കാം. കുരുമുളക് പൊടി, ചതച്ച മുളകും ഇതിനകത്ത് തൂവി കൊടുത്തിട്ട് ആ സോസ് ഒഴിച്ച ബ്രെഡ് നമുക്ക് വെച്ചെടുക്കാം. അപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചൂടാക്കാൻ വെക്കാം. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, മയോണൈസ്, സോസ് ഇതെല്ലാം ചേർത്ത് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ? അടിപൊളിയാണ്. മയോണൈസും ചീസും പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർന്നപ്പോൾ അടിപൊളിയാണ്. അപ്പം എല്ലാ കൂട്ടുകാരും തിന്ന് നോക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഇഷ്ടമായ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ